അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത് വരെ ഇനിയൊരു പ്രത്യക്ഷപ്പെടൽ അത് ഉണ്ടാവുകയില്ല. അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവുക. ലോകത്ത് വളരെയധികം പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, അനീതിയും അക്രമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് അത് സംഭവിക്കുക എന്നൊക്കെ ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഗൈബത്തുൽ കുബ്ര എന്ന് പറയുന്ന വലിയ തിരോധാനം അല്ലെങ്കിൽ വലിയ അജ്ഞാതവാസം തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 1100 പരം വർഷങ്ങളായിട്ടുണ്ട്. ഇത് പ്രകാരം മഹദി ഇമാം സ്വയം ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വിശ്വാസികളെ പോലെ മഹദി ഇമാമും ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മഹദി ഇമാമിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കലും ആഗ്രഹിക്കലും നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇമാം മഹദിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അജ്ജലല്ലാഹു തആല ഫർജഹു ഷരീഫ് എന്ന് പറയും. മഹനീയമായ ആ ഒരു തിരിച്ചുവരവ് അല്ലാഹു തആല ഏറ്റവും പെട്ടെന്നാക്കട്ടെ, ഏറ്റവും വേഗത്തിലാക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ തിരിച്ചു വന്നതിന് ശേഷമുള്ള മഹദി ഇമാമിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് സുന്നി വിശ്വാസത്തിലുള്ള പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ഇമാമിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള വേറെ കുറച്ചധികം കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മാത്രം.